നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷം കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ല. അതിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. BJPയിൽ നിന്ന് മാറി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മത്സരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്തിലെത്തിയിരിക്കുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോൾ 10 മുതൽ 14 വരെ സീറ്റുകളൊക്കെ ഉണ്ടാകും BJPക്ക് എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏതൊക്കെ സീറ്റുകൾ BJP പിടിക്കും എന്നുള്ളതാണ് ചർച്ച. അശ്വനി പറയുന്നത്, അതായത് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വനി പറയുന്നത് കാസർഗോഡ് എന്തായാലും വിജയിക്കും, മഞ്ചേശ്വരം പ്രയാസമാണ് എന്നുള്ളതാണ്. എന്നാൽ മഞ്ചേശ്വരം വിജയിക്കും എന്നുള്ള ചില കണക്കൂട്ടൽ പുറത്തു വരികയാണ്. അതേപോലെ തന്നെ തൃക്കരിപ്പൂർ എന്തായിത്തീരും? തൃക്കരിപ്പൂർ നമുക്കറിയാം, സന്ദീപ് വാര്യർ വന്നതോടുകൂടിയിട്ടാണ് അവിടേക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി മാറുന്നത്. മാത്രമല്ല, സന്ദീപ് വാര്യർ അവിടെ ഇറങ്ങിയ മുതൽ വലിയ ജനപ്രളയമാണ് അദ്ദേഹത്തെ കാണാൻ. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഷാഫി പറമ്പിൽ എത്തിയതോടുകൂടി സന്ദീപ് വാര്യരോടൊപ്പമുള്ള ഒരു യാത്ര, റോഡ് ഷോ, അവിടെ ജനപ്രളയമായിരുന്നു. മാത്രമല്ല ഞെട്ടിച്ചു കളഞ്ഞു തൃക്കരിപ്പൂരിനെ. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ സമുദ്രമായിരുന്നു എന്ന് പറയണമെങ്കിൽ തൃക്കരിപ്പൂരിനെ പറയാം. മാത്രമല്ല, പയ്യന്നൂർ എന്ന് പറയുന്ന CPMനുള്ളിൽ ഏറ്റവും വലിയ പൊട്ടിത്തെറിയുണ്ടായ V. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന ആ പയ്യന്നൂരിനടുത്താണ് തൃക്കരിപ്പൂർ. എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും? എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് 2 സീറ്റ് UDFന് എന്തായാലും കിട്ടും. അത് കാസർഗോഡും അതേപോലെ മഞ്ചേശ്വരമാണ്. ആ 2 സീറ്റിനെ കുറിച്ച് ആശങ്കകളില്ല. എന്നാൽ ബാക്കി ഉദുമ ഈക്വൽ ഫൈറ്റ് ആയിരിക്കും. തൃക്കരിപ്പൂർ ചില എക്സിറ്റ് പോളിൽ പറയുന്നു ജയിക്കും. അതേപോലെ കാഞ്ഞങ്ങാട് പറയുന്നത് കാഞ്ഞങ്ങാട് CPI ജയിക്കുന്നതാണ്. അപ്പം പുറത്തു വന്ന എക്സിറ്റ് പോളുകളെ നോക്കുമ്പോൾ എന്താണ് കാസർഗോഡ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മളെ വിശദമായി പഠിക്കാൻ ഏറ്റവും നല്ലത് അവിടുത്തെ DCC പ്രസിഡന്റിനെ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാസർഗോഡ് DCC പ്രസിഡന്റ് ഫൈസൽ ക്രൈമുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 4 സീറ്റിൽ LDF തോൽക്കുമെന്നാണ്. ഉറപ്പായിട്ടും UDFന് 4 സീറ്റ് കിട്ടും. അതായത് 4 സീറ്റിൽ UDF വിജയിക്കും, 4 സീറ്റിൽ LDF തോൽക്കും. 5 സീറ്റിൽ 4 സീറ്റ് ഉറപ്പാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞുള്ളത് VD സതീശൻ വന്നപ്പോൾ വലിയ പിന്തുണയായിരുന്നു, ജനപ്രളയമായിരുന്നു കാസർഗോഡ് എന്നുള്ളതാണ്. VD സതീശൻ അത്രമാത്രം ജനപിന്തുണയോട് കൂടിയിട്ടാണ് പൊതുയോഗ യാത്ര അവിടെ നിന്ന് യാത്ര അയച്ചത്. അതിൻ്റെ പിന്തുടർന്ന് ഉണ്ടായുള്ള ഇലക്ഷനിലും വലിയ വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഉദുമയിൽ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടം. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മുന്നിലായിരുന്നു. എന്നാൽ 10,000 മേലെ വോട്ടിന് തൃക്കരിപ്പൂരിൽ LDF മുന്നിലായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമായി വന്നില്ല. സന്ദീപ് വാര്യർ വന്നപ്പോൾ അവിടെ വലിയ ഒരു പിന്തുണ, പുറത്ത് പറയാത്ത അത്ര പിന്തുണ അദ്ദേഹത്തിന് അവിടെ കിട്ടി എന്നുള്ള. മാത്രമല്ല, CPMനുള്ളിലെ വിള്ളലും വലിയ, അതായത് പയ്യന്നൂരിൽ ഉണ്ടായുള്ള വിള്ളൽ തൃക്കരിപ്പൂരിലേക്കും ബാധിച്ചു. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളും UDFന് അനുകൂലമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5-ൽ 4 സീറ്റും UDF ജയിക്കും. അതായത് 5-ൽ 4 സീറ്റും LDF തോൽക്കും. LDF ജയിക്കുന്ന ഒരേ ഒരു സീറ്റ് കാഞ്ഞങ്ങാടായിരിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറയുന്നുണ്ട്. ഇത്തവണയും സുരേന്ദ്രന്റെ മോഹം നടക്കില്ല. കാസർഗോഡ് അശ്വനി ജയിക്കില്ല. അതിന് കൃത്യമായി കാരണങ്ങളുണ്ട്. അതെന്നും അദ്ദേഹം കൃത്യമായി പറയുന്നത്. നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അതായത് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നല്ല യഥാർത്ഥ സത്യം. 5-ൽ 4 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരും. 100-ൽ പരം സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരും. അതിനുള്ള കാരണങ്ങൾ, വളരെ വ്യത്യസ്തമായ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കാസർഗോഡിനെ സംബന്ധിച്ച്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഞാൻ വിളിച്ചത് എങ്ങനെയുണ്ട് കാസർഗോഡ് ജില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാസർഗോഡ് എന്തായാലും നമുക്ക് 4 സീറ്റ് എന്തായാലും കിട്ടും. ഏതൊക്കെ? മഞ്ചേശ്വരം, നമുക്ക് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂർ. മഞ്ചേശ്വരം എത്ര വോട്ടിന് ജയിക്കും? മഞ്ചേശ്വരം എന്തായാലും ഒരു 10 മുതൽ 15-നുള്ളിൽ മഞ്ചേശ്വരം വരും. സുരേന്ദ്രന് രക്ഷയില്ല പ്രാവശ്യം? ഒന്നും രക്ഷയില്ല, അവിടെ രക്ഷയില്ല. അപ്പൊ സുരേന്ദ്രൻ UDFന്റെ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമായിരുന്നു. പിന്നെ അഷ്റഫ് MLA എന്നുള്ള നിലയിൽ അദ്ദേഹവും ശിരൂരില്, അതുപോലെ തന്നെ ടോൾ സമരം, അങ്ങനെ കുറെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിനും വലിയ. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ
പഞ്ചായത്ത് 8 UDF ആണ്. ജില്ലാ പഞ്ചായത്ത് 4 BJP ഒരു സീറ്റും കൂടി കോൺഗ്രസ് 4 ജില്ലാ പഞ്ചായത്തും UDF ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് UDF ആണ്. അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജും കൂടെ അവിടെ വന്നിട്ടുണ്ട് സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഇതെല്ലാം വരുമ്പം എന്താവെന്ന് വെച്ചാൽ UDF നല്ല വോട്ടിനാണ് അഷ്റഫ് ജയിക്കും. ഇപ്രാവശ്യം കാസർഗോഡ് അട്ടിമറിക്കുന്നുള്ള അശ്വിനി പറയുന്നു. ഇല്ല കാസർഗോഡ് ഒരിക്കലും അട്ടിമറിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ചെങ്കള പഞ്ചായത്തും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തും വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ അവിടെയെല്ലാം. വലിയ വോട്ടുകളുള്ള അതായത് ആ നിയോജക മണ്ഡലങ്ങളിൽ ചെങ്കള, കാസർഗോഡ്, മൊഗ്രാൽ പുത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ് ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി, ഏറ്റവും വോട്ടർമാരുള്ളത്. ചെങ്കള പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അതുപോലെ തന്നെ മൊഗ്രാൽ പുത്തൂരാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഈ 3 പഞ്ചായത്തും UDF മുസ്ലിം ലീഗിന് ആധിപത്യമില്ലതാണല്ലോ UDF. പിന്നെ അവിടെ ഇപ്പം കുമ്പടാജ പഞ്ചായത്ത് BJP ചെറിയ പഞ്ചായത്താണ്. വെള്ളൂർ നെട്ടിടുക പഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ്. ഈ രണ്ട് സ്ഥലങ്ങൾ ഉറപ്പായി. പിന്നെ നമ്മൾ ഉദുമ, തൃക്കരിപ്പൂർ ഉദുമയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉദുമയിൽ പിന്നെ UDF 850 വോട്ടിന്റെ ലീഡായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്ന് വെച്ചാല് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വർക്കുകൾ അവിടെ നടന്നു. UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചെമ്മനാട് പഞ്ചായത്താണ്. ചെമ്മനാടില് ഏകദേശം 80% പോളിംഗ് UDF കേന്ദ്രങ്ങളിൽ നടന്നു. അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടക്കാത്ത പോളിംഗ് ആണ്. അങ്ങനെ ചെമ്മനാട് പഞ്ചായത്ത് നമ്മളൊരു 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നു. പിന്നെ UDFന്റെ മറ്റൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മുളിയാറാണ്. മുളിയാറ് 3,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഉദുമയിൽ നമ്മൾ 1,500 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. പള്ളിക്കര ഈക്കുലം അവിടെ LDFും UDF കട്ടകെട്ടക്കാണ്. ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ എവിടെയുള്ളൂ, പള്ളിക്കരയിലുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സീറ്റിനാണ് പഞ്ചായത്ത് പോയത്. പുല്ലൂർ പെരിയ UDFന് നറുക്ക് പോയതാണ് കട്ടക്കെട്ട്, അവിടെയും ഈക്വലാവും. പിന്നെ ദേലമ്പാടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ദേലമ്പാടി കഴിഞ്ഞ പ്രാവശ്യം UDF പ്രസിഡന്റായി വരുന്നത്. അവിടെ CPMന്റെ നേതാവ് കോൺഗ്രസിൽ വന്നു, UDFിലേക്ക് വന്നു. അങ്ങനെ മുസ്തഫാജി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഈക്വലാവും. പിന്നെ CPMന് ഭൂരിപക്ഷം കിട്ടുന്ന 2 പഞ്ചായത്ത് എന്ന് പറയുന്നത് വേടെടുക്ക പഞ്ചായത്താണ്. വേടെടുക്കയിൽ CPMന് മാക്സിമം ഒരു 5,500 വോട്ട്. കുറ്റിക്കോൽ പഞ്ചായത്ത് 1,500, 6-7 വോട്ടിന് CPMന്റെ ഭൂരിപക്ഷം നിൽക്കും. അതാണ് അടുത്തൊരു ചിത്രം. അപ്പൊ എന്തായാലും നമ്മൾ ഒരു 4 മുതൽ ഒരു 7 വോട്ടിനെ വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. തൃക്കരിപ്പൂരിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് തൃക്കരിപ്പൂര് തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDFന് ആധിപത്യമുള്ള പഞ്ചായത്താണ്. നമ്മൾ മിനിമം ഒരു 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത വലിയുറമ്പ് പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്ത് 1,000 വോട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനാണല്ലോ. 5,000 അല്ല 11,000 10,000 ഉണ്ട്. അത് നിങ്ങൾ കൂട്ടണ്ട. അല്ല ഇപ്പോഴത്തെ ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെന്നറിയോ, ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വർക്കുകൾ ഈ ജില്ലക്കകത്ത് മഞ്ചേശ്വരം തൃക്കരിപ്പൂർ നടന്നിട്ടുണ്ട്. UDF സന്ദീപ് വാര്യർ വന്നപ്പോൾ നടന്നിട്ടുണ്ട്. മൊത്തം ജില്ലയിൽ സന്ദീപ് വാര്യർ വന്നതോടുകൂടി ഒരു ആവേശം വീണ്ടും കൂടി തൃക്കരിപ്പൂർ. മാത്രമല്ല ഒരു ഭയങ്കര ഇലക്ഷൻ, നല്ല മാനേജ്മെന്റ്, നല്ല ഇലക്ഷൻ വർക്കും എല്ലാ സ്ഥലത്തും നടന്നു. തൃക്കരിപ്പൂർ വളരെ നന്നായി നടന്നു. അങ്ങനെ തൃക്കരിപ്പൂർ നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നത് തൃക്കരിപ്പൂരിൽ ഒന്ന് UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് തൃക്കരിപ്പൂർ പഞ്ചായത്ത്, പിന്നെ വരുന്നത് പടന്ന, വലിയ പറമ്പ, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ്. അതാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. ഈസ്റ്റ് ഏളേരി എന്തായാലും ഒരു 6,500 വോട്ട് ലീഡ് നമുക്ക് കിട്ടും. വെസ്റ്റ് ഏളേരി 2,500 വോട്ട് കിട്ടും. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. പടന്നയിൽ 3,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 1,000 വോട്ടിന്റെ ഭൂരിപക്ഷം വലിയപറമ്പ് ഉണ്ടാവും. നീലീശ്വരം നമ്മൾ ഈക്വൽ ആവും. CPMന് ലീഡ് വരല് കയ്യൂർ ചീമേനി ഒരു 7,500 വോട്ട്. പിലിക്കോട് ഒരു 8,000 വോട്ട്. 1,000 വോട്ട് വോട്ട് വരും. അതാണ് കണക്ക്. സ്വാഭാവികമായും അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്
അപ്പൊ ഞാനിപ്പോ ഈ കണക്കൂട്ടിയ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു 3000 വോട്ടിന്റെ വ്യത്യാസമുണ്ട് തൃക്കരിപ്പൂര് നമ്മൾ അവരും തമ്മിൽ. അതിന് പുറമെ കുറെ പ്ലസ് വോട്ടുകളും നമുക്ക് അവിടെ വരാനുള്ള ഒരു ചാൻസ്. ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഏകീകരണം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ല മൊത്തം ഉണ്ടായിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം കണ്ടൊരു ഇതെന്നറിയോ, ബൂത്തുകളിലേക്ക് അതിരാവിലെ മുതൽ തന്നെ ഈ പറഞ്ഞ മൈനോറിറ്റി ഭാഗം വോട്ട് ചെയ്യാനെത്തി. വല്ലതും വണ്ടി അയക്കണം വീട്ടിലേക്ക് പോകുന്നത്. ഇപ്രാവശ്യം അതല്ല, അവർ സ്വയം വന്ന് വോട്ട് ചെയ്തു. ഭരണവിരുദ്ധ വികാരം എത്രമാത്രം ആഞ്ഞടിച്ചിട്ടുണ്ട്? ഭരണവിരുദ്ധ വികാരം എന്തായാലും വലിയ ശതമാനം ആഞ്ഞടിച്ചിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. പിണറായി വിരുദ്ധനാണോ അല്ല ഭരണവിരുദ്ധമാണോ കൂടുതലുള്ളത്? പിണറായി ഭരണവിരുദ്ധം. പിണറായി അല്ല അതിന്റെ ക്യാപ്റ്റൻ. അത് രണ്ടുമായി. പിന്നെ ഈ ഭാഗത്തിലെന്ന് വെച്ചാൽ നിങ്ങളോടൊന്ന് പറയും, ഇവരെ ഈ അക്രമങ്ങളും ഇവരെ അനീതികൾക്കെല്ലാം എതിരെ ജനങ്ങള് വലിയ പ്രശ്നമാ ഏത് കാര്യത്തിൽ. പിന്നെ ഒരു പാർട്ടി സെൽ ഭരണാന്നല്ലോ ഇവരത് ഉണ്ടായത്. ആ ഒരു വികാരം ജനങ്ങളിലുണ്ട് മൊത്തത്തിൽ. പിന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള CPM-നുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി ഇവിടേക്കും ബാധിച്ചിട്ടുണ്ടോ? പയ്യന്നൂരിൻ്റെത് തൃക്കരിപ്പൂരിന് നമുക്ക് ഗുണം ചെയ്യും. പയ്യന്നൂരിലുള്ളത് പയ്യന്നൂരിലെ വിഷയങ്ങൾ തൃക്കരിപ്പൂരിന്റെ സമീപ പഞ്ചായത്ത് നമുക്ക് ഗുണം ചെയ്യും. കാരണം CPM-ന്റെ അടിയിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന അനുഭാവി വോട്ടുണ്ട് കുറെ CPM-ന്റെ. അത് കുറെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് തൃക്കരിപ്പൂര്. സെലിബ്രേറ്റ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ യുവജനങ്ങളുടെ വോട്ടും വിശ്വാസികളുടെ വോട്ടും അയാൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ശബരിമല ഇഷ്യൂ ഒക്കെ നന്നായി ബാധിച്ചു എന്നർത്ഥം. അല്ല മാത്രമല്ല, പിന്നെ സന്ദീപ് വാര്യർ ഒരു വിശ്വാസിയാണല്ലോ. അതെ. അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് ആ ഒരു വോട്ട് പ്ലസ് ആവും. അതിന് പുറമെ ഈ യൂത്തിന്റെ ഒരു വോട്ടും സന്ദീപ് വാര്യർക്ക് പ്ലസ് ആയിട്ട് വരും. ഓൾ കേരള ഒരു ഇതുണ്ടല്ലോ അദ്ദേഹം. അപ്പം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം 4 സീറ്റ് വരെ നമുക്ക് കിട്ടും. 4 സീറ്റ് കാസർഗോഡ് ജില്ലയിൽ UDF-ന് കിട്ടും. 4 സീറ്റ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഞാൻ പറയാം. കാഞ്ഞങ്ങാട് സ്ഥാനാർത്ഥി നന്നായിരുന്നു, അവിടെയും നല്ല വർക്കായിരുന്നു. അവിടെയും ഒരു 10-ന് താഴെ വോട്ടിന് തോക്കും. വലിയ തോൽവി അവിടെയും ഉണ്ടാവില്ല. 27,000 വോട്ടിന്റെ ഒരു 7,000-8,000 വോട്ടിന് 10-ന് താഴെ അവിടെയും തോക്കൂ. നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും മലയോരത്തെല്ലാം നല്ല വർക്ക് നടന്നു. ക്രിസ്ത്യൻ വോട്ടൊക്കെ ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു ഏകീകരണം മലയോരത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജില്ലയിലെ ഒരു പിക്ചർ. ഈ 4 സീറ്റ് ഇവിടെ കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ 100 സീറ്റ് കിട്ടുമെന്നല്ലേ അതിന്റെ അർത്ഥം? 100 സീറ്റ് കിട്ടും. കാസർഗോഡ് ജില്ലയിൽ 4 സീറ്റുകൾ നിങ്ങൾ പറഞ്ഞോളൂ, കേരളത്തിൽ 100 സീറ്റ് കിട്ടും. അപ്പൊ VD സതീശൻ പറഞ്ഞത് ശരിയാണ്. അതിലേക്ക് എത്തും. VD സതീശന്റെ ജാഥ തുടങ്ങിയത് കുമ്പളന്നായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വിജയമാണല്ലോ കുമ്പളയിൽ. ഈ VD സതീശനെ കുറിച്ച് അഭിപ്രായം എന്താണ്? അല്ല അതിലൊന്നും ഞാൻ പറയുന്നറിയാ, അതല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിലും അദ്ദേഹത്തിന്റെ ജാഥ അത് ഭയങ്കര വിജയമായിരുന്നല്ലേ പറഞ്ഞത്, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല. അതിഗംഭീരമായിരുന്നു. ഇളകി മറിഞ്ഞ ജാതിയായിരുന്നു. അദ്ദേഹത്തെ തോളത്ത് കയറ്റി കൊണ്ടിറക്കുന്നൊക്കെയാണ് കണ്ടത്. അതല്ല, പുതിയ യാത്ര ഗംഭീര വിജയമായിരുന്നു. ഈ ഗവൺമെന്റിനെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, അതുപോലെ കേരളത്തിൽ ഒരു പുതുയുഗ കേരളം ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് നല്ല വിജയമായിരുന്നു. അതെല്ലാവരും ഒറ്റക്കെട്ടായി UDF ഒറ്റക്കെട്ടായി. UDF ടീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ആദ്യമായിട്ട്. ടീം UDF അത് കൃത്യമായി കാസർഗോഡ് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ടീം UDF-ൽ വർക്ക് ഈ ഇലക്ഷനിൽ നന്നായി വർക്ക് നടന്നിട്ടുണ്ട്. കാരണം ഒരു അപശബ്ദം ഒരു UDF-ന്റെ അകത്ത് അപശബ്ദങ്ങൾ ഉണ്ടായിട്ട് പാർട്ടിക്കുള്ളിൽ അപശബ്ദങ്ങളില്ല. ഒറ്റക്കെട്ടായുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്തായാലും എല്ലാവരും ഒറ്റ വികാരം, UDF അധികാരത്തിൽ വരണം, UDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നുള്ള ഒറ്റക്കെട്ടായ വർക്കായിരുന്നു. ഈ BJP-ക്കുള്ളിലുള്ള സ്പ്ലിറ്റ്, അവിടെ വലിയ സ്പ്ലിറ്റ് ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു, അശ്വിനിയും സുരേന്ദ്രനായിട്ടൊക്കെ. അത് എത്രമാത്രം മുമ്പ് ഈ അശ്വിനെ പ്രസിഡന്റ് ആക്കിയത് മുതൽ അവരുടെ സീനിയർ നേതാക്കന്മാർ അവർ തമ്മിൽ പഠനപ്പിണക്കം ഉണ്ട്. ഈ സുരേന്ദ്രനെതിരെ അവർ ആദ്യം പറഞ്ഞിരുന്നല്ലോ. പിന്നെ സുരേന്ദ്രൻ എല്ലാ കാലഘട്ടത്തിലും അവിടെ മഞ്ചേശ്വരം വന്നിങ്ങനെ മത്സരിക്കും. മഞ്ചേശ്വരത്തിന്റെ പൾസിപ്പോ അവർക്ക് മനസ്സിലായില്ല. മഞ്ചേശ്വരത്ത് അവിടെ എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കും പോലെ അവിടെയുള്ള അങ്ങനെ ഒരു ഇത് പൊട്ടൊന്നും മറ്റു സ്ഥലത്തെ പോലെ കിട്ടൂല. അവിടെ എല്ലാവരും UDF-ന് അനുകൂലമാണ്, എല്ലാ ലീഡർഷിപ്പും.
അത് മുസ്ലിം ലീഡർഷിപ്പായാലും ഹൈന്ദവ ലീഡർഷിപ്പായാലും UDF നേതാക്കന്മാർ വളരെ ഒറ്റക്കെട്ടായ വർക്കാണ് നടത്തിയത്. എന്തായാലും നമുക്ക് ഇടപെടലും അങ്ങനെയാണ് അവിടെ ടോട്ടലി. അപ്പൊ എന്തായാലും മെയ് 4 കൂടെ കാത്തിരിക്കാം. ഓക്കെ, നിങ്ങളെ ഞാനിത് കാണുന്നുണ്ടാ ഫേസ്ബുക്കിൽ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ലൈക്ക് അടിക്കലുണ്ട് നിങ്ങളെ ചാനലിൽ. ആണല്ലേ? ഓക്കെ. ഞാൻ കേരളത്തിൽ പിണറായിക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഞാനല്ലേ യഥാർത്ഥത്തിൽ? ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്ത് നടക്കുമായിരുന്നു? ഇല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ അയാൾക്ക് ആഞ്ഞടിച്ചാൽ നിങ്ങളാണ്. ഏതായാലും ഞാൻ നമ്പർ ഫീഡ് ചെയ്യും. വിളിച്ചതിന് സന്തോഷം. ഞാനും ബന്ധപ്പെടാം. നമ്മുടെ എല്ലാ കാര്യത്തിലും സഹായിക്കണം കേട്ടാ. ഓക്കെ തീർച്ചയായിട്ടും. ഓക്കെ താങ്ക് യു.